അങ്ങനെ ദേ നമ്മൾ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക നമ്മളിവിടെ ബൈക്ക് ഇറക്കി തന്നിട്ട് ഇക്കാക്ക ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽഡ് ആക്കണമല്ലോ, അതിനുവേണ്ടി ഇക്കാക്ക പോയി. അപ്പോൾ ഞാനും മോനൂസും മാത്രം ഉള്ളിൽ കയറി നിന്നിരുന്നത്. അപ്പോൾ ഒപ്പിച്ചിനെ കാണാത്ത സങ്കടത്തിലായിരുന്നു മോനൂസ് കിടന്ന് കരയുന്നുണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു ആളവിടെ. പിന്നെ ഫോൺ കൊടുക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഫോണിൽ ചാർജ് ഓൾറെഡി കുറഞ്ഞ് വരുമായിരുന്നു ഗൈസ്, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ബോട്ട് ജെട്ടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇക്കാകാനോട് ടൈമൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഇക്കാക പോയിട്ടുള്ളത്. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്. ബോട്ട് എടുക്കുന്ന കുറച്ച് മുന്നേ ആയിട്ടാണ് ഇക്കാക്ക എത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക ഓടി വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഓടിച്ചാടി കയറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ആ 7 കൊല്ലം മുന്നേ പോയി എന്ന് പറഞ്ഞല്ലോ, ആ പോയ സമയത്ത് ഇങ്ങനത്തെ ബോട്ടായിരുന്നില്ല കേട്ടോ, വേറൊരു ടൈപ്പ് ബോട്ടായിരുന്നു. ഇതൊന്നും കൂടി ഒരു റിച്ച് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ പോക്കിലൊക്കെ ഈ സൈഡിൽ എന്തെങ്കിലും കാഴ്ച കാണും. അപ്പോൾ ഈ ചരക്ക് കയറ്റുമല്ലോ, ഈ ബോട്ടിലേക്കൊക്കെ ചരക്ക് കയറ്റൂലേ, ആ കാഴ്ചയാണ് ഈ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വേറെ കാഴ്ചയാവും. ഏത് സൈഡാണ് കാണണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഈ സൈഡിൽ നോക്കിയാൽ നേവിക്കാരില്ലേ, നേവിക്കാർ മീറ്റിംഗ് നടത്താൻ കേട്ടോ. അവരൊരു മീറ്റിങ്ങോ ഒരു അസംബ്ലിയോ കാര്യങ്ങളോ എന്തോ അവിടെ നടക്കുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ കയറിയ അല്ലെങ്കിൽ ഒരു ബസ്സാണെങ്കിലും എന്താണെങ്കിലും കയറി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ട കപ്പലില്ലേ, ആ കപ്പലിക്കാകെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഞാൻ ലക്ഷദ്വീപിൽ പോയത് ഈ കപ്പലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുമായിരുന്നു. ആ കപ്പലാണോ ലക്ഷദ്വീപിക്ക് പല കപ്പലും ഉണ്ട്, പക്ഷെ ഇക്കാക്ക് പോയത് ആ കപ്പലിലാണ് കേട്ടോ. പിന്നെ ദേണ്ടടാ ഇവിടെ ചരക്കും കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് അങ്ങോട്ട് ബോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് ബോട്ട് പോകുന്നുണ്ട്. പല ദ്വീപിലുള്ള ബോട്ടുകളാണ്. സൈഡിൽ ഇറങ്ങിയ പാടന്നെ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവ് കാണെങ്കിൽ പോലും അന്ന് നമ്മൾ വന്ന സമയത്ത് മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ സ്ഥലം അവിടെ ഉള്ളത് പോലും അറിയില്ലായിരുന്നു. നമ്മൾ ലക്ഷ്യമിട്ടത് ലുലുമാളാണ്. ലുലുമാൾക്കാണ് നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവൊക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇത് നോക്കിയാൽ എന്തോ ചരക്കിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ആയിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ ആ പുഴേൻ്റെ നടുഭാഗത്തായിട്ടാണ് ഇപ്പോൾ ആ ഒരു പാലാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, പാലം പോലത്തെ ആ ഒരു സാധനം ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് മനസ്സ് നല്ല ഉറക്കമായി എന്ന് വിചാരിച്ചപ്പോൾ മൂപ്പരാൾ വന്ന് ഹായ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഹായ് കൊടുക്കുക എന്നൊക്കെ, അപ്പോൾ ഹായ് കാണിക്കായിരുന്നു. ഞാൻ കരുതി അവൻ ഉറങ്ങിയെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയിലൊക്കെ ഇറങ്ങി, ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ജെട്ടി എത്തിയപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കേട്ടോ. മൈലാഞ്ചി കുത്തുന്നതും അതുപോലെ കയ്യിൽ മറ്റേ സ്കെച്ച് അടിക്കുന്നതും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഉണ്ടാവും. ഇതല്ല മെയിൻ ബോട്ട് കേട്ടോ. മെയിൻ വലിയ കെട്ടിടം പോലത്തെ ഒരു ബോട്ടുണ്ട്. അത് ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അത് ബോട്ടല്ല, അത് ബിൽഡിംഗ് ആണ്. പിന്നെ അത് നീങ്ങുന്നത് കണ്ടപ്പോഴാണ് അത് ഞങ്ങൾക്ക് ബോട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ എൻട്രിയാണ് ഈ വരുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര ലുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഹെലികോപ്റ്റർ ഇങ്ങനെ തൊട്ടടുത്ത് കൂടി ഇങ്ങനെ പോയോണ്ടിരിക്കും. അപ്പോൾ ട്രെയിനിങ്ങിന് ഇറക്കുന്നതാണ് എന്നാണ് അത് പറഞ്ഞത്. പിന്നെ നമ്മൾ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, കാക്കാനും മോനും ഫോട്ടോസ് എടുക്കുന്നുണ്ട്, എല്ലാതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 3 ആളെ ഒരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സെൽഫിയേ പറ്റുള്ളൂ. എനിക്ക് സെൽഫീനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം നമ്മൾ നോർമലായിട്ട് ബാക്ക് ഫോട്ടോ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇവിടെ ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കാക്ക നിൽക്കുക, അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് പോയി ചോദിച്ചതാ. ഒരു ഫോട്ടോ എടുത്ത് തരുന്നു. ഒറ്റയടിക്ക് പറഞ്ഞു പറ്റൂലാന്ന്. പിന്നെ ഉണ്ടടാ ഫോൺ ബാഗിൽ നിന്ന് ക്യാമറ ഒക്കെ എടുത്ത് പൊന്തിച്ച് വരുന്നത്. അപ്പം തോന്നി എനിക്ക് പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ശരിക്കും പെട്ടിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ കറക്റ്റ് സ്വിച്ച് ഓഫായി. പവർ ബാങ്ക് ഒന്നും കയ്യിലില്ലാത്ത കാരണം കുറച്ചൊന്ന് ഇടങ്ങേറായി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഫോണൊന്ന് കുത്തിവെക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോഴേക്കിനും കുറച്ച് ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മളെ മെയിൻ ടോക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്. മോനൂസിൻ്റെ ഫോട്ടോസ് ആയിരുന്നു അപ്പം നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ മെയിൻ ടോക്ക് എന്ന് വെച്ചാൽ ഇതായിരുന്നു, ഇക്കാക്ക നിങ്ങളെ ഒരു 2-3-4 ഫോട്ടോയും കൂടി എടുക്കുക, നിങ്ങളെ ഫോട്ടോസൊന്നും അധികം ഇല്ലല്ലോ. ഫോണിൽ ഫോട്ടോ ഞാൻ എടുക്കുമെങ്കിലും അത്ര ലുക്കിൽ കിട്ടാറില്ല.
അപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ല ലുക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിക്കാക നമ്മൾക്ക് നിങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ, അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കട്ടെ, അവനവിടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് തന്നെ കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. നല്ലൊരു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. പിന്നെ അബിക്കെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അത് പറയാനും അത് ചെയ്യാനും അത് എടുക്കാനുമായിട്ടുള്ളൊരു കഴിവുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ ഒരു ട്രിപ്പ് വന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയതെന്ന് വെച്ചാൽ ഈ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയ കാര്യത്തിൽ ഞാൻ പൊതുവേ എനിക്ക് ഫോട്ടോസ് എടുക്കുന്നതിനോട് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അത് എനിക്കെന്തോ ഭയങ്കര പ്രിയമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഫോട്ടോസ് എടുക്കുക. അത് ഫോണിൽ എടുക്കുന്നതിനേക്കാൾ ക്യാമറയിൽ ഒന്നും കൂടി നല്ലതിൽ എടുക്കുക എന്നുള്ളതാണ് എനിക്കൊട്ടും ഒരു തരിയും കൂടി കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഫോട്ടോസ് കിട്ടിയ കാര്യത്തിലാണ്. ഈ ഒരു ട്രിപ്പ് എന്നെ ഹാപ്പി ആക്കിയത് തന്നെ ആ ഒരു കുറച്ച് ഫോട്ടോസ് കിട്ടിയ കാര്യത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോരുമ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേക്കും എൻ്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ മൂത്തമ്മാൻ്റെ വീട്ടിലെത്തി. ഫോൺ കുറച്ച് നേരം ഒന്ന് കുത്തിച്ച് ഒരു 5 മിനിറ്റ് കുത്തിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബോട്ടിലാണ് ഇരിക്കുന്നത്, ജങ്കാറിലാണ് ഇരിക്കുന്നത്. നമ്മളെ നാട്ടിലേക്ക് പോരാനുള്ള ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. എപ്പുറമെന്ന് പറയാനോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ജങ്കാർ വരുന്നുണ്ട്. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോനൂസിനെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക മീൻസ് ഒരു ഡ്രസ്സ് ഇട്ടിട്ടല്ല നമ്മൾ ഫോട്ടോ എടുത്ത 2-3 ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇക്കാകാനെ ഞാൻ പൊതുവേ അങ്ങനെ ഉണ്ടായി. എവിടെ പോകുമ്പോഴും ഒരു ഡ്രസ്സല്ല ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് പോകുന്നത് മാത്രമല്ല ജസ്റ്റ് വെറുതെ ഒരു ഡ്രസ്സും കൂടി കയ്യിൽ കരുതാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരുപാട് കണ്ട് പോകുന്നതിന് ശേഷം നമ്മൾ എഴുതി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയ ഒരു സ്പോട്ടാണ് ഈ സ്പോട്ട്. ഈ സ്പോട്ടിൽ അതിലേറെ ഇഷ്ടമായിരുന്നു കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിലുപരി അവിടുത്തെ ഫുഡ് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ പറയാനൊന്നും എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല, എങ്കിലും അടിപൊളി ആംബിയൻസ് ആണെന്ന് മാത്രം അറിയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ കുറച്ച് ലേറ്റായിരുന്നു കിട്ടാനായിട്ട്. അത് എവിടെ പോയാലും അത് അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ നാട്ടിലായാലും എവിടെയാണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്താൽ കിട്ടാൻ കുറച്ച് ലേറ്റാവും. അത് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഓർഡർ ചെയ്ത് അത് മോനൂസിന് കൊടുത്തു. മോനൂസിൻ്റെ വയറ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവൻ ആദ്യം തിന്നാൻ കൊടുത്തതിന് ശേഷം ഇക്കാക്ക തിന്നു. ഇക്കാക്ക തിന്നതിന് ശേഷമാണ് ഞാൻ തിന്നത്. അപ്പോൾ ഇക്കാക്ക മോനൂസിനെ നോക്കുമല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെ ഇക്കാക്ക പോയി മോനൂസിനെ നോക്കിയ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടായത്. ഇതെന്താ പറയുക, ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഒരു ചിക്കന് അങ്ങനത്തെ ഒരു ഫില്ലിംഗ് ആണ് വരുന്നതെങ്കിലും ഇത് മിനി ടൈപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഇത് മിനി ആണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയായിരിക്കും, ഇതന്നെ ഉണ്ടായിരുന്ന ആ മിനി നമുക്ക് വയറ് നിറയാനുള്ള സാധനം എങ്ങാണ്ട് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എക്സ്ട്രാ വെർത്തായിരുന്നു കേട്ടോ. അത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറിയോ ഷേക്കായിരുന്നു. അതും അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓറിയോ ഷേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പൂണായിട്ട് കൊരുത്തുന്നും കുറച്ച് സ്ട്രോല് കുടിക്കും. ഐസ് തണുപ്പെന്ന് വെച്ചാൽ ഷേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഫുഡ് കേട്ടോ. പിന്നെ അവിടെ കൈ കഴുകാൻ പോയപ്പോൾ ഒരു മിറർ ഉണ്ടായിരുന്നു. മിററിന് നമ്മൾ ചുമ്മാ വിടണ്ടല്ലോ, ഏതായാലും ആംബിയൻസ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കയറിയതല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോന്ന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മോനൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ വെച്ച് മോനൂസിനെ സെറ്റപ്പാക്കി കെടുത്തിയിട്ടുണ്ട്. ഷോൾ ഇട്ടിട്ട് പൊതിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു തൊപ്പി മിസ്സായിട്ടുണ്ടായിരുന്നു. ആ തൊപ്പിന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് തൊപ്പിയായിരുന്നു. ഞങ്ങൾ ടവലല്ലേ പോട്ടേന്ന് കരുതി. പക്ഷെ തൊപ്പിയാണെന്ന് അറിയാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടാണ്. സാരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മെയിൻലി ഞാൻ ആ ഫോട്ടോ എടുത്തതുകൊണ്ടായിരുന്നു കേട്ടോ.